ഹോസ്റ്റലിൽ നിന്ന് പി ജിയിലോട്ട് മാറിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം ചിക്കൻ ബിരിയാണി വെക്കാനായിട്ട് പോവുകയാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരച്ചെടുക്കണം. ഇതിന്റെ ഇടയ്ക്കൂടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയെല്ലാം ഷാനയുടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അരിയൊക്കെ കഴുകി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനകത്ത് മസാലയൊക്കെ തേച്ച് ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റേത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തുവാന്നറിയത്തില്ല ഗൈസ്, ഇവിടുത്തെ സവാള അരിഞ്ഞിട്ട് ഭയങ്കരമായിട്ടും കണ്ണ് നീറുന്നുണ്ട്, കരഞ്ഞൊരു പന്നപ്പരുവായി. അപ്പൊ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന പച്ചമുളകും, ഇഞ്ചിയും, വെളുത്തുള്ളി സംഭവങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കനും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് പിന്നെ മല്ലിയിലയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുക. ചുമ്മാതെ പണി. എനിക്കും വർഷയ്ക്കും വേറൊരു പണി കിട്ടിയിട്ടുണ്ട്. ബിരിയാണി അരി കുറച്ചേ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തികയോന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ചപ്പാത്തി മേടിക്കാന്ന് കരുതി. അപ്പൊ ചപ്പാത്തി മേടിക്കാനായിട്ട് പോവാൻ ഞാനും വർഷയും കൂടാണ് പോയത്. അമൃത പാത്രം കഴുകൊള്ളാന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ കടയിൽ പോയിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് ഞങ്ങൾക്കും തോന്നി. ഇപ്പൊ ഈ കോലത്തിലാണ് ഞങ്ങൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിലോട്ട് സാധനം മേടിക്കാനായിട്ട് വന്നത്. ഞാൻ ചപ്പാത്തി ഈസ്റ്റും കൂടി മേടിച്ചോണ്ട് വന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമൃത പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ചിക്കൻ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഷാന ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കന്റെ കരൾ ഫ്രൈ ചെയ്തത് എനിക്ക് അമൃതയ്ക്ക് മാത്രമേ ഇവിടെ ഇഷ്ടമുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടി അതങ്ങ് അവിടെ നിന്ന് അകത്താക്കി. ഈ അരപ്പ് നല്ല ചിക്കൻ ബിരിയാണിയും സാലഡും ചിക്കൻ ഫ്രൈയും പപ്പടവും എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഷാനയുടെ ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു. ആ മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അടുത്ത ഷാനയുടെ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ഓക്കെ, ബൈ, ചാച്ചാ.